ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് ഒരടിപൊളി മസാല റൈസാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരുപാട് പണികളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം 1 കിലോയോളം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് 2 ബേ ലീഫ്, തക്കോലം, ഒരു 5-6 ഏലക്ക, പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അടുക്കെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് നേരം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു പ്രോസസ്സൊക്കെ ചെയ്യണത്. ഇപ്പോൾ ചെമ്മീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ചെമ്മീൻ അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇനി നമുക്കൊന്ന് ഇതിലേക്കുള്ള റൈസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് നെയ്യും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മസാലയ്ക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയൊക്കെ ഒന്ന് ഒരു പാതി വഴണ്ടിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളകും, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട സവാളയുടെയൊക്കെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയി തുടങ്ങുന്ന ആ സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തേക്കാം. അപ്പോൾ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിനയില, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോറ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 6 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ചോറിനേക്ക് ഉപ്പ് പിടിക്കണമല്ലോ, അതുകൊണ്ട് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ അരിയൊക്കെ ഒന്ന് കഴുകി വാരി വെക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണ അരിയാട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വാരി നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം അരിയും വെള്ളമൊക്കെ ഒന്ന് ഒപ്പാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അരിയൊന്ന് ഞാൻ അപ്പുറത്തെ ഇതിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കിട്ട് ആ മസാലകളുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം. നമുക്കതിലേക്ക് ബാക്കിയുള്ള കുറച്ച് മല്ലിയില, പുതിന, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം റൈസൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു 3/4 വേവിനേക്കാളും നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ ആ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചെറിയൊരു ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത്. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ചോറിൻ്റെ നടുക്ക് നമ്മൾ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചോറ് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നനവ് കംപ്ലീറ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യണതിന് മുമ്പ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനൊക്കെ എല്ലാ സൈഡിലും ഒരുപോലെ എത്തത്തക്ക വിധത്തിൽ. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മല്ലിയിലേക്ക് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. പ്രത്യേകിച്ച് കറികളൊക്കെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.